അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും ഈ ഒരു ഭാഗത്ത് ഖസായിസ് ഷാരിൽ അറബി അൽ ഹദീസി അഥവാ ആധുനിക അറബി കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത്. ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ കാലത്ത് ആധുനിക അറബി കവിതകൾ പ്രധാനമായിട്ടും അതിൻ്റെ പ്രത്യേകതയായിട്ട് എന്ന് പറയുന്നത് വളരെയധികം ബസീത്തായ അഥവാ വളരെയധികം സരളമായിട്ടുള്ള ലളിതമായിട്ടുള്ള അതേപോലെ തന്നെ ഫസീഹായ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള അറബി ഭാഷയെ കവിതയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ എന്താണ്, വളരെയധികം എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക, ഒരു നല്ല ഒഴുക്കിൽ പോകുന്ന ഭാഷ ഉപയോഗിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ചില സ്വാപത്തുള്ള അഥവാ കുറച്ച് പ്രയാസമുള്ള വാക്കുകൾ കൂടെ അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ പൊതുവെ കൂടുതൽ എന്താകും, ലളിതമായിട്ടുള്ള ഭാഷയാണെങ്കിലും ഇടയ്ക്കിടെ ചെറിയ കട്ടിയുള്ള വാക്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു നെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിന് വേണ്ടിയിട്ട് വാക്കുകൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ രീതികൾ ഉപയോഗിക്കുക. അതോടുകൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതികൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ കവിതകളിലൊക്കെ അറബി കവിതകളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്വന്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വയം കുടുംബത്തെ വംശപരമ്പരയെക്കുറിച്ചൊക്കെ പൊക്കി പറയുന്ന അല്ലെങ്കിൽ ഉയർത്തി പറയുന്ന അല്ലെങ്കിൽ എന്താണ് അതിൽ കൂടുതൽ പുകഴ്ത്തി പറയുന്ന കവിതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ജാഹിലിയ കാലത്തുള്ള കവിതകളിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് കവിതകൾ ഉണ്ടാവും. സ്വന്തം വർഗത്തെ അല്ലെങ്കിൽ സ്വന്തം ഗോത്രത്തെ ഉയർത്തി പറയുന്ന പുകഴ്ത്തി പറയുന്ന കവിതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള കവിതകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന സ്ഥിതിയായിരുന്നു ആധുനിക കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകളൊന്നും ആധുനിക കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് കൂടുതലായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും ഇന്നത്തെ ആധുനിക കവിതകളിലുള്ള പ്രധാന തീമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ സിയാത്തുൽ ഈ ആധുനിക കവിതകളിലൊക്കെ കൂടുതൽ ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, ഭാവനയെ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തസവുറാത്ത് ഒരുപാട് ചിത്രീകരണങ്ങളും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതേപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും ഈ ഒരു അറബി കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്ത പോയിന്റിൽ പറയുന്നത് കാര്യങ്ങളെ അഥവാ ചിന്തകളെ ആളുകളിലേക്ക് ഓഡിയൻസിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ ഉപയോഗിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാഹറായിട്ടുള്ള ഉസ്ലൂബ് സാഹർ അഥവാ പരിഹാസ രൂപേണയായിട്ടുള്ള ശൈലി, ആ പരിഹാസത്തിന്റെ ശൈലിയും അധികരിച്ച് ഉപയോഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അറബി കവിതകളിലൊക്കെ ഈ ഒരു പരിഹാസ ശൈലി എന്താണ് കൂടുതലായിട്ട് ഉപയോഗം വന്നിട്ടുണ്ട്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? കാര്യങ്ങളെ കൂടുതൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു മോഡേൺ അറബി കവിതകൾ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് ക്ലാസിക്കിയത്തും റൊമാൻസിയത്തും അതേപോലെ തന്നെ വാക്കിയത്തൊക്കെ വന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടും ആശയങ്ങളിലായിരുന്നു ഇവരുടെ ആ ഒരു പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ആശയങ്ങളിലായിരുന്നു. കവിതയുടെ വസിന് അതേപോലെ തന്നെ അന്ന് കാലത്ത് ക്ലാസിക്കീയത്തിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കവിതയ്ക്ക് എന്താണ് പ്രത്യേക അറബി കവിതയ്ക്ക് പ്രത്യേക വസിന് വേണം, കാഫിയ വേണം, ബഹർ വേണം, അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക കവിതകളിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമങ്ങളെയും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. മറിച്ച് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് എഴുതുകയാണ് എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പൂർണ്ണമായിട്ടും ഈ ഒരു ഇൽത്തിസാം അഥവാ പൂർണ്ണമായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കാഫിയകളെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാസം ഒപ്പിക്കുന്ന ആ ഒരു ശൈലിയാണ്. അപ്പോൾ അതിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള കവിതകൾക്ക് ഉണ്ടായിരുന്ന രീതികൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും പുറത്തു കടന്ന ഒരു അവസ്ഥയായിരുന്നു ആധുനിക കവിതകൾക്ക് ഉണ്ടായിരുന്നത്. അഥവാ അത്തരത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള രീതികളെയൊന്നും ആധുനിക കവിത പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ആധുനിക കവിതകൾ കൂടുതൽ റംസിലേക്ക്, കൂടുതൽ സിംബോളിസം അല്ലെങ്കിൽ പ്രതീകാത്മകത അതിലേക്കൊക്കെ കൂടുതലായിട്ടും നമുക്ക് അഭയം പ്രാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അഥവാ കൂടുതൽ എന്താണ് റംസി ആയിട്ടുള്ള പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യന്റെ ഉന്മയിലും അതേപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിലൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതായിട്ടും അറബി കവിതകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് പറയുന്നത് ഈ ഒരു ആധുനിക അറബി കവിതകൾ നോക്കുകയാണെങ്കിൽ പുതിയ രീതിയിലുള്ള ഇത്തിജാഹാത്ത്, പുതിയ രീതിയിലുള്ള അഭിസംബോധനകൾ, പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുക്കലുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം പുതിയ അറബി കവിതകളുടെ വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ സിയാസി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും പൊതുവെ അറബി കവിതകൾ അഥവാ മോഡേൺ അറബി കവിതകൾ ഉണ്ടാവുക. അതേപോലെ ഇന്നത്തെ അറബി കവിതകളൊക്കെ കൂടുതൽ ഉസ്തൂരിയത്തായിട്ടുള്ള അഥവാ കൂടുതൽ പുരാണമായിട്ടുള്ള അതേപോലെ തന്നെ ഹറാഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യക്ഷിക്കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ ഗോസ്റ്റ് കഥകളൊക്കെ, അത്തരത്തിലുള്ള യക്ഷിക്കഥകളും അതേപോലെ തന്നെ പുരാണ കഥകളും ഇതിഹാസങ്ങളൊക്കെ കൂടുതലായിട്ടും ഈ ഒരു അറബി കവിതകൾ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ
അതേപോലെ ഈ ഒരു മോഡേൺ ഏജിലേക്ക് വന്ന സമയത്ത് ഒരുപാട് മദ്രസകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മദ്രസ അപ്പോളോ, അതേപോലെ തന്നെ നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, വാക്കിയത്ത്, ഉജൂദിയത്ത്, അതേപോലെ തന്നെ മദ്രസ ഹർക്കത്ത് ദീവാന്, അദബുൽ മഹ്ജർ, അത്തരത്തിലുള്ള ഒരുപാട് മദാരിസുകൾ, ഒരുപാട് സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാഹിത്യ സ്കൂളുകൾ എന്താണ് ഉണ്ടായി വരികയും അതേപോലെ തന്നെ അതിനെന്താണ് വ്യത്യസ്തമായിട്ടുള്ള കവിതകളുടെ സ്കൂളുകൾ എന്താണ് ഉണ്ടായി വരികയും ചെയ്തു. എല്ലാ സ്കൂളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള കവികളുമുണ്ട്. അപ്പോൾ അദബുൽ മഹ്ജർ നോക്കുകയാണെങ്കിൽ അദബുൽ മഹ്ജറിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള കവികളുമുണ്ട്. ഖലീൽ ജിബ്രാനൊക്കെ ഈ ഒരു അദബുൽ മഹ്ജറിന്റെ കവിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഹർക്കത്ത് ദീവാൻ നോക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കവികളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മദാരിസുകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കവികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ആധുനിക കാലത്ത് അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വിപ്ലവങ്ങളിൽ ഈ കവിതകൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1919 ഈജിപ്തിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവത്തിൽ ഈ ഒരു മോഡേൺ കവിതയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഈ ഒരു ആധുനിക കവിതകളുടെ ഒരു യൂണിറ്റി, അതിൻ്റെ ആ ഒരു തീമിനുണ്ടാകുന്ന യൂണിറ്റി കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നജീബ് മഹ്ഫൂദ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു ബയോഡേറ്റ നമുക്ക് നോക്കി വെക്കാം. 1911 മുതൽ 2006 വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു ഡ്രാമാറ്റിസ്റ്റും അതേപോലെ തന്നെ ഒരു ഈ ഒരു ഡ്രാമകൾ എഴുതുന്ന ആളും അതേപോലെ ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു അദ്ദേഹമാണ് 1988 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു അറബിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അറബി സാഹിത്യത്തിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്, സാഹിത്യത്തിന്റെ നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അറബി സാഹിത്യകാരന്മാരിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു നോബൽ പ്രൈസ് ലഭിക്കുന്ന ആള് കൂടെ എന്ന് വളരെയധികം അതിനോട് കൂടെ ചേർത്തി പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് സുലാസിയത്തുൽ കാഹിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും അതേപോലെ തന്നെ സുലാസിയത്തു താരിഖിയ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥവും. അദ്ദേഹത്തിന്റെ രചനകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു മിസ്രിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈജിപ്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. പ്രധാനമായിട്ടും ഈജിപ്തിൽ അന്നുണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. കൈറോയിലെ ഒരു സാധാരണ കുടുംബത്തിൽ തൊബഖത്തുൽ മുത്തവസിത അഥവാ ഒരു മിഡിൽ ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും. അദ്ദേഹത്തിന്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള 1-2 നോവലുകൾ കൊടുത്തിട്ടുണ്ട്. റിവായത്തു ഔലാദി ഹാറത്തിന, അതേപോലെ തന്നെ റിവായത്തു ഹംസുൽ ജുനൂൻ, റിവായത്തുൽ ഹുബ്ബി തഹ്തൽ മത്താർ, റിവായത്തു സറാം, ഈ ഒരു 4 നോവലുകൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നതുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു നജീബ് മഹ്ഫൂദിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നജീബ് മഹ്ഫൂദിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ കുറിച്ചൊക്കെ നല്ലപോലെ നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.